യലഹങ്കയിലും ഖമ്മത്ത് നടക്കുന്ന കാര്യങ്ങൾ സാധാരണ ഇന്ത്യയിലെ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. ആരും അറിയു പോലുമില്ല, വാർത്ത പോലും ആവില്ല. ഇത് വാർത്ത ഏതെങ്ങനെയാണെന്നറിയോ? പിണറായി വിജയൻ്റെ റെസ്പോൺസ് വന്നതിന് ശേഷമാണ്. പുറംപോക്കിൽ കിടക്കുന്ന മനുഷ്യർ, ചേരുകളിൽ താമസിക്കുന്ന മനുഷ്യർ, അവർ ഏത് നിമിഷവും ബുൾഡോസറുകളുടെ ദാക്ഷിണ്യത്തിലാണ് ജീവിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ യലഹങ്കയിൽ കണ്ടത്. യലഹങ്കയിൽ അത്രയും പേരെ കുടിയൊഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുന്നത് അവർ പറഞ്ഞെന്താണ്? സർക്കാരിൻ്റെ ഭൂമിയാണ്. അതാണ് സർക്കാർ ഭൂമി ആയതുകൊണ്ടല്ല. അവിടെ വേറെ പ്രൊജക്റ്റുകളുണ്ട്, വേറെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളിൽ ഇപ്പോഴുള്ള സിദ്ധരാമയ്യ സർക്കാരിലെ പല മന്ത്രിമാർക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ് കാര്യം, സത്യം അതാണ്. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഇവിടെ അമരാവതി നാഗ്പൂർ ഹൈവേ വരെയാണ്. അമരാവതി എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലേക്കുള്ളതാണ്. അത് ഖമ്മത്തോടെയാണ് കടന്നു പോകുന്നത്. അതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഈ ഒഴിപ്പിക്കുന്ന ഭൂതാൻ കോളനിയുടെ തൊട്ട് ബാക്കിൽ മന്ത്രിമാർക്ക് പ്ലോട്ടുകളുണ്ട്. ഇപ്പോഴുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് പ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഒഴിപ്പിച്ചാലാണ് ഈ ഹൈവേ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും. അതിനുവേണ്ടി മാത്രം ഒഴിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് അവിടെ വേറെ എന്തോ പണിയാൻ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ ഇത് ഇന്ത്യയിലെല്ലായിടത്തും നടക്കുന്നതാണ്. കേരളത്തിൽ ഇത് നടക്കാത്തതിൻ്റെ കാരണം കുറേ കൂടി റെക്കോർഡിക്കലാണ് ഇന്ത്യയിലെ കേരളത്തിലെ റവന്യൂ സംവിധാനം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഖമ്മത്തെ വിഷയത്തെക്കുറിച്ച് റെസ്പോൺസ് നടത്തി, ഒരു റിയാക്ഷൻ നടത്തിയതിന് ശേഷം അവിടെ വൻ കുഴപ്പമാണ്. അവർ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഇത് സാധാരണ നടക്കുന്ന സംഭവമല്ലേ? ഇപ്പോൾ യലഹങ്കയിലും ഖമ്മത്ത് നടക്കുന്ന കാര്യങ്ങൾ സാധാരണ ഇന്ത്യയിലെ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. ആരും അറിയു പോലുമില്ല, വാർത്ത പോലും ആവില്ല. ഇത് വാർത്ത ഏതെങ്ങനെയാണെന്നറിയോ? പിണറായി വിജയൻ്റെ റെസ്പോൺസ് വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഖമ്മത്ത് ഈ ശ്രീനിവാസ് റെഡ്ഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ വാർത്താസമ്മേളനം നടത്തി. അപ്പോൾ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്ന പിണറായിയുടെ റെസ്പോൺസ് വന്നതിന് ശേഷം സാധാരണ ആന്ധ്രയിലെയും തെലങ്കാനയിലെ മാധ്യമങ്ങൾ മന്ത്രിമാരുടെ ചോദ്യമൊന്നും ചോദിക്കില്ല. അവർ വാർത്താസമ്മേളനം നടത്തിയാൽ ക്യാമറ വെച്ചിട്ട് അവർ പോകും, സീറ്റ് വലിക്കാൻ പോവുകയാണ് ചെയ്യാറ്. ചോദ്യമൊന്നും ചോദിക്കില്ല. ഇവിടെ ചോദ്യം ചോദിച്ചു, ഇവരെ നിങ്ങൾ പുനരുദ്ധരിപ്പിക്കുമോ, ഇവരെത്ര വരെ പുനരുദ്ധരിപ്പിക്കും? ഈ ചോദ്യമൊന്നും ഇയാൾക്ക് മറുപടിയില്ല. അവസാനം ഇയാൾ ബഹളം വെച്ച് എഴുന്നേറ്റ് ഈ ഖമ്മത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയി. ആൾ മാധ്യമങ്ങളുടെ നേരെ ചൂടായിട്ട് ഇറങ്ങിപ്പോയി. ഇത് തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. നടീനടന്മാരെ കൊണ്ട് കാണിച്ച ഡ്രാമയാണെന്നൊക്കെ അയാൾ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ പ്രശ്നം.